ഭീകരർ ലക്ഷ്യമിട്ടത് രാജ്യത്ത് വൻ സ്ഫോടന പദ്ധതികൾ. 2900 കിലോ അമോണിയം നൈട്രേറ്റ് എത്തിച്ചത് ഈ ലക്ഷ്യത്തോടെ. ഡൽഹിയിൽ IED സ്ഫോടനത്തിനാണ് ഭീകരർ ലക്ഷ്യമിട്ടത് എന്നാണ് വിവരം. രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിർണായക ഇടപെടലിലൂടെ ഭീകരാക്രമണ പദ്ധതികൾ പാളുകയായിരുന്നു. രാജ്യത്തെ മെട്രോ നഗരങ്ങളിൽ മുഴുവൻ സ്ഫോടനം നടത്താൻ ഭീകരർ പദ്ധതിയിട്ടിരുന്നു. ഗുജറാത്തിലും ഫരീദാബാദിലും നടന്ന അറസ്റ്റ് രാജ്യത്തെ കത്തിക്കാനുള്ള ഭീകരരുടെ മോഹം തകർത്തിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി NIA അന്വേഷണം ഏറ്റെടുക്കും എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഭീകരർക്ക് കാർ ഉൾപ്പെടെയുള്ള എത്തിച്ചത് ആരൊക്കെയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ 13 പേരെയാണ് നിലവിൽ ചോദ്യം ചെയ്തത്. 4 പേർ കസ്റ്റഡിയിലായിരിക്കുന്നു. ഭീകരർ ലക്ഷ്യമിട്ടതൊരു വലിയ കൂട്ടക്കൊല തന്നെയായിരുന്നു. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ കൃത്യമായ ഇടപെടലിലൂടെ, അവസരോചിതമായ ഇടപെടലിലൂടെ അന്വേഷണ സംഘം നേരത്തെ തന്നെ 7-ലധികം പേരെ പിടികൂടിയിരുന്നു. സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെയുള്ളവയും ചേർത്താണ് പിടികൂടിയത്. അതിൽ 4 ഡോക്ടർമാർ, ഒരു വനിതാ ഡോക്ടർ ഉൾപ്പെടെ 4 പേർ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ആ ദൗത്യങ്ങളെല്ലാം പരാജയപ്പെട്ടു എന്നത് മനസ്സിലാക്കി ലക്ഷ്യം മാറ്റിക്കൊണ്ടാണ് ഡൽഹി ചെങ്കോട്ടയിലെ ഈ ഭീകരാക്രമണം നടന്നത്, ചാവേർ ആക്രമണം നടന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നന്ദഗോപനും ശ്രീകാന്തും ചേരുന്നു. ആദ്യം നന്ദനിലേക്ക് പോവുകയാണ്. നന്ദനിലേക്ക് എത്താം. അതിനു മുൻപ് ഏതു രീതിയിലാണ് ഭീകരർ രാജ്യത്ത് വലിയ സ്ഫോടനം നടത്താൻ ലക്ഷ്യമിട്ടത് എന്നുള്ളത് വ്യക്തമായതാണ്. രാജ്യം മുഴുവൻ സ്ഫോടന പരമ്പരകൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഇവർ ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചത്. പക്ഷേ കൃത്യമായ ഇടപെടലിലൂടെ അന്വേഷണ സംഘം 2900 കിലോ അമോണിയം നൈട്രേറ്റ് എത്തിച്ചത് കണ്ടുപിടിക്കുകയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പിന്നിലുള്ളവരെ പിടികൂടുകയും ചെയ്തിരുന്നു. പക്ഷേ അങ്ങേയറ്റം നിർഭാഗ്യവശാൽ രക്ഷപ്പെട്ട ഒരു ജിഹാദി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, ഉമർ മുഹമ്മദ്. ഈ ചാവേർ ആക്രമണത്തിൽ വാഹനം ഓടിച്ച് വന്നയാൾ. എന്തായാലും DNA പരിശോധനാ ഫലം കൂടി വന്നതിന് ശേഷം മാത്രമേ നമുക്കത് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും അയാളിലേക്ക് അന്വേഷണം എത്തുമ്പോൾ ഇവരുടെ ദൗത്യം പാളിയതിൻ്റെ ഒരു പ്രതികാരം എന്നോണം വളരെ പെട്ടെന്ന് നടത്തിയ ഒരു ആക്രമണമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. നന്ദനിലേക്ക് പോകുന്നു. നന്ദൻ, ഇന്നലെ സ്ഫോടനം നടന്നതിന് ശേഷം തന്നെ അന്വേഷണവും അതോടൊപ്പം തിരച്ചിലും ആരംഭിച്ചിരുന്നു. 13ഓളം പേരെ ചോദ്യം ചെയ്തു. 4 പേർ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ വാഹനമോടിച്ച ഉമർ മുഹമ്മദിലേക്ക് അന്വേഷണ സംഘം എത്തി നിൽക്കുമ്പോൾ ഇയാൾ തന്നെയാണോ മുഖ്യ ആസൂത്രകൻ എന്നുള്ള സംശയങ്ങൾ കൂടി വരുന്നുണ്ട്. അതോടൊപ്പം ഇയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എത്ര പേരിലേക്കാണ് അന്വേഷണ സംഘം ഇപ്പോൾ നിലവിൽ കടന്നിരിക്കുന്നത്? ഈ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയരായവരെല്ലാവരും ഏതൊക്കെ രീതിയിലാണ് ഇതിൽ പങ്കാളികളായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. രോഹിണി, സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ഈ ഡൽഹി പോലീസിന്റെ അന്വേഷണം മാത്രമല്ല, സമാന്തരമായി ദേശീയ അന്വേഷണ ഏജൻസിയും അന്വേഷണം നടത്തി വരികയാണ്. ഉമർ ഖാലിദിലേക്ക് ഇപ്പോൾ അന്വേഷണം നീണ്ടിരിക്കുകയാണ്. ഉമർ ഖാലിദ് തന്നെയാണ് വണ്ടി ഓടിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. പക്ഷേ പോലീസ് ഇതുവരെയായിട്ടും ഔദ്യോഗികമായി അത് സ്ഥിരീകരിക്കുന്നില്ല എന്നുള്ളതാണ്. മാസ്ക് ഇട്ട ഒരാളാണ് വണ്ടി ഓടിച്ചത്. കറുത്ത മാസ്ക് ധരിച്ച് ഉമർ ഈ വാഹനത്തിലേക്ക് കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ആ ഒരു അനുമാനത്തിലാണ് ഉമർ ചാവേർ ആയിട്ടുണ്ടാകാം എന്നുള്ളത് പോലീസ് കരുതുന്നത്. അതേസമയം ഇന്ന് രാവിലെ ഈ വാഹനം ഡൽഹിയിലെ പല ഭാഗങ്ങളിലായിട്ട് കശ്മീരി ഗേറ്റ് അടക്കമുള്ള മേഖലകളിൽ ഈ വാഹനം എത്തപ്പെട്ടിട്ടുണ്ട്. അതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ആ CCTV ദൃശ്യങ്ങളിൽ ആ വാഹനത്തിനുള്ളിൽ 3 പേർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മറ്റ് 2 പേർ എവിടെയെന്നുള്ള ചോദ്യം ഉദിക്കുന്നു. ഒരുപക്ഷെ മറ്റ് ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഇവർ സ്ഫോടനത്തിന് പദ്ധതി ഇട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അത്തരം പദ്ധതിയുമായി ഇവർ നീങ്ങുന്നുണ്ടാകാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും പോലീസ് അടക്കം രാജ്യത്തെ മുഴുവൻ സംവിധാനങ്ങളും ഇപ്പോൾ ജാഗരൂകരായിരിക്കുകയാണ്. കേരളമടക്കമുള്ള മുഴുവൻ സംസ്ഥാനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ ഡൽഹി, അതേപോലെ തന്നെ മുംബൈ, ഒപ്പം തന്നെ നോയിഡ അടക്കമുള്ള മറ്റ് പ്രദേശങ്ങൾ, അതേപോലെ തന്നെ ക്ഷേത്ര നഗരികളായിട്ടുള്ള അയോധ്യ, അതേപോലെ തന്നെ വാരണാസി ഒക്കെ, ഈ മേഖലകളിലൊക്കെ സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്. വളരെ ജാഗ്രതയോടുകൂടി തന്നെ നീങ്ങാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം ഈ ജെയ്ഷ്-ഇ മുഹമ്മദിന്റെ ഭീകരവാദികളെ, ഡോക്ടർമാരടങ്ങുന്ന സംഘത്തെ പിടികൂടിയും അവരിൽ നിന്നും വലിയ സ്ഫോടക വസ്തുക്കൾ, വലിയ ശേഖരമാണ് കണ്ടെത്തിയത്. 2900 കിലോ സ്ഫോടക വസ്തുക്കളാണ് കണ്ടെത്തിയത്. ഈ സ്ഫോടക വസ്തുക്കൾ ഇതേപോലെ സമാനമായി ഇത്തരം സ്ഫോടക വസ്തുക്കൾ
വസ്തുക്കൾ മറ്റ് പല ഭാഗങ്ങളിൽ ഉണ്ടാകാം എന്നുള്ളത് നേരത്തെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് റിപ്പോർട്ട് ലഭിച്ചിരുന്നു. പോലീസ് അത് കണ്ടെത്തിയിരുന്നു. ഇത്തരം സ്ഫോടക വസ്തുക്കൾ ഇനിയിപ്പോൾ കൂടുതൽ മേഖലയിലേക്ക് ഇത് എത്തിക്കുവാനുള്ള ഒരു വലിയ പ്രയാസം ഭീകരവാദികൾക്കുണ്ടാകും. പ്രത്യേകിച്ച് ഇത്തരം ഭീകരവാദികൾ അവർക്കിനി സാധാരണഗതിയിൽ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ സഞ്ചരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഫോടക വസ്തുക്കൾ എവിടെയെങ്കിലും പ്രയോഗിക്കുക എന്നുള്ളതായിരിക്കും ഇനിയിപ്പോൾ അവർ ലക്ഷ്യമിടുന്നത്. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇത് ഉപയോഗിച്ച് തീർക്കുക ഈ സ്ഫോടക വസ്തുക്കൾ എന്നുള്ളതായിരിക്കും അവർ ലക്ഷ്യമിടുന്നത്. കൂടുതൽ ദിവസം ഇത് സംഭരിച്ച് വെക്കാൻ കഴിയില്ല. അതിന്റെ മറ്റ് പോലീസ് അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഇവരുടെ തൊട്ട് പിന്നാലെയുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും പിടിക്കപ്പെട്ടേക്കാം. അങ്ങനെ പിടിക്കപ്പെട്ടാൽ ഈ സ്ഫോടക വസ്തുക്കൾ ഈ പോലീസ് കണ്ടുകിട്ടും. അതുകൊണ്ട് തന്നെ ഈ സ്ഫോടക വസ്തുക്കൾ പരമാവധി ഉപയോഗിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം ഇവർക്കുണ്ട് എന്നുള്ളതാണ് രഹസ്യാന്വേഷണ വിഭാഗവും മറ്റും വ്യക്തമാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സമഗ്രമായ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഡൽഹിയിൽ മന്ത്രാലയങ്ങൾക്കടക്കം പാർലമെന്റിനടക്കം ഒക്കെ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. NSGയെ കൂടുതലായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. ഏത് ഒരു അവസ്ഥയും നേരിടുവാൻ വേണ്ടി ജാഗരൂകരായി തയ്യാറായി നിൽക്കുവാനുള്ള നിർദ്ദേശമാണ് പ്രധാനമായും പോലീസ് വിഭാഗങ്ങൾക്ക് അതേപോലെ തന്നെ അർദ്ധസൈനിക വിഭാഗങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അത്തരത്തിലൊരു നീക്കമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് സമാന്തരമായി തന്നെ ഇപ്പോൾ ഈ മരണപ്പെട്ടവരുടെ 8 മരണങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഈ മരണപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ LNGP ഹോസ്പിറ്റലിൽ പുരോഗമിക്കുകയാണ്. അതേപോലെ തന്നെ DNA പരിശോധനയ്ക്ക് അതിനുവേണ്ട നടപടിക്രമങ്ങളും ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഏതെങ്കിലും രീതിയിൽ കാണാതായിട്ടുള്ള അത്തരം ഏതെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പരാതികൾ പോലീസ് സ്റ്റേഷനിൽ നൽകാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ ബന്ധുക്കളുടെ DNA ശേഖരിച്ച് അവരുടെ സാമ്പിൾ കളക്ട് ചെയ്ത് ഈ മരണപ്പെട്ടവർ മൃതദേഹങ്ങളുടെ DNAയുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള പരിശോധനകളിലേക്ക് പോലീസ് കടക്കാൻ വേണ്ടിയാണ്. അതിന്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഉന്നതതല യോഗം അല്പസമയത്തിനകം തന്നെ ചേരും. രാവിലെ വിവിധ സേനകളുടെ മേധാവിമാർ പ്രത്യേകം യോഗം ചേർന്നിരുന്നു. NSG കൂടാതെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഈ യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേപോലെ തന്നെ PMOയിൽ നിന്ന് കൃത്യമായ സന്ദേശങ്ങൾ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള സന്ദേശങ്ങൾ PMO പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ് ശേഖരിക്കുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം നടപടിക്രമങ്ങൾക്ക് ചുക്കാൻ പിടിച്ച രംഗത്തുണ്ട്. ഇന്നിപ്പോൾ അവലോകന യോഗം ചേരുമ്പോൾ വിവിധ അർദ്ധസൈനിക വിഭാഗങ്ങളുടെ മേധാവിമാർ പങ്കെടുത്ത് അവരവരുടെ നിരീക്ഷണങ്ങളും അതേപോലെ തന്നെ അവർ ഇതുവരെയായിട്ടും ശേഖരിച്ച തെളിവുകളും മറ്റും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് മുന്നിൽ സ്വാഭാവികമായും സമർപ്പിക്കും. അതിനുശേഷം മാത്രമായിരിക്കും രാജ്യത്തിന്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതൊരു ഭീകരാക്രമണമാണോ അല്ലയോ എന്നത് സംബന്ധിച്ചും അതേപോലെ തന്നെ ഏത് സംഘടനയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് ഈ ഒരു അവലോകന യോഗത്തിന് ശേഷമായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഈ യോഗം അല്പസമയത്തിനകം തന്നെ തുടങ്ങുമെന്നുള്ളതും അറിയാൻ കഴിയുന്നു. നേരത്തെ 9:30 മണിയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി വ്യക്തമാകണം എന്നതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ആ യോഗം 11 മണിയിലേക്ക് മാറ്റിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ സ്പോട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഫോറൻസിക് പരിശോധന ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ഫോടനം നടന്ന സ്ഥലം മുഴുവൻ ശുദ്ധീകരിച്ച് വൃത്തിയാക്കുവാൻ വേണ്ടി ഫയർഫോഴ്സ് സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം ഈ പരിസരമാകെ വൃത്തിയാക്കുവാനുള്ള നടപടികളിലേക്കായിരിക്കും അവർ കടക്കുക. അല്പസമയം മുമ്പാണ് ഇവിടെ ഏതാണ്ട് ഒരു 300 മീറ്ററിന് സമീപമായിട്ടൊരു ജൈന ക്ഷേത്രമുണ്ട്. ആ ജൈന ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്നും ഒരു വാഹനത്തിന്റെ ലോകഭാഗം ലഭ്യമാകുകയുണ്ടായി. അതേപോലെ തന്നെ ഒരു സ്റ്റിയറിംഗ് ഈ ഭാഗത്തു നിന്ന് ലഭ്യമുണ്ടായി. 2 ചെറു വിരലുകൾ ഇവിടെ നിന്നും ഫോറൻസിക് സംഘം കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ ശാസ്ത്രീയ പരിശോധനകളും മറ്റും നടത്തേണ്ടിയിരിക്കേണ്ടത് അനിവാര്യമാണ്. അത്തരം നടപടികളിലേക്കാണ് ഇപ്പോൾ ഫോറൻസിക് സംഘം കടന്നിരിക്കുന്നത്. വിവിധ പാരാമിലിറ്ററി വിവിധ ഏജൻസികളുടെ CISFും CRPFന്റെ ഒക്കെ തന്നെ ഫോറൻസിക് സംഘം നേരത്തെ സ്ഥലത്ത് എത്തിയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സൈന്യത്തിന്റെ ഫോറൻസിക് സംഘവും ഇവിടെ എത്തി പരിശോധനകൾ നടത്തുകയാണ്. അങ്ങനെ കൂട്ടമായ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്കാണ്, പഴുതടച്ച അന്വേഷണത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത് ഇതിന്റെ യഥാർത്ഥ കാരണക്കാരിലേക്ക് തങ്ങൾ എത്തുവാൻ വേണ്ടി ഇനി അധിക ദൂരമില്ല എന്നുള്ളതാണ്. രോഹിണി.